കിഡ്നി ഡിസീസ്, കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ മുൻകാലത്തെ അപേക്ഷിച്ച് കിഡ്നി രോഗികൾ വളരെ കൂടുതലായി വർദ്ധിതമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായമൊന്നുമില്ല. ചെറുപ്പക്കാർക്ക് വരെ കിഡ്നി തകരാറിലായിട്ട് അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 തവണയൊക്കെ ഡയാലിസിസ് സെന്ററുകളിൽ പോയി ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് അവരവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ചെറുപ്പക്കാരെ കിഡ്നി രണ്ടും തകരാറിലായിട്ട് അവരെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളും തന്നെ നൂറെ മദീനയിലൂടെ ഒരാൾക്ക് നമ്മളതുമായി ബന്ധപ്പെട്ട സഹായമൊക്കെ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങള് വളരെ കൂടുതലായി കാണപ്പെടാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ തുടക്കങ്ങളിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. അപ്പൊ ആ ലക്ഷണങ്ങൾ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് കിഡ്നി രോഗം ഉണ്ട് എന്നല്ല. ഞാനത് പറയുന്നതിന് മുമ്പ് തന്നെ അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഈ പറയപ്പെട്ട ലക്ഷണം, ഞാൻ ഇനി താഴെ പറയാൻ പോകുന്ന അടയാളങ്ങൾ ഉള്ളവർക്ക്, ഏതെങ്കിലും അടയാളങ്ങൾ ഉള്ളവർക്ക് കിഡ്നി രോഗം ഉണ്ട് എന്നുള്ളതല്ല. ഈ പറഞ്ഞ എല്ലാ അടയാളങ്ങളും അവർക്കുണ്ട്, അത് സ്ഥിരമായി കാണപ്പെടുന്നു. എന്നാലും നിങ്ങൾ കിഡ്നി രോഗം ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തരുത്. അത് നല്ലൊരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് ഈ അടയാളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഡോക്ടറാണ് അത്തരം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതിനുള്ള ട്രീറ്റ്മെന്റും പരിഹാരങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കിഡ്നി രോഗികൾ പൊതുവിൽ അവർക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസിന് തകരാറുണ്ടെങ്കിൽ പൊതുവിൽ അവരുടെ ശരീരം കാണിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് രോഗങ്ങൾ നമുക്കുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ശിഫയാണ്. നമ്മൾ ഡോക്ടറെ അടുക്കൽ പോയിട്ട് ട്രീറ്റ്മെന്റിന് ചെയ്ത് അതിന് മെഡിസിൻസ് കഴിക്കുമ്പോഴും നമ്മൾ റബ്ബിനോടാ ചോദിക്കുന്നത്. റബ്ബാണ് അത് നമുക്ക് ശിഫയാക്കി തരേണ്ടതല്ലേ. ചില സന്ദർഭങ്ങളിലൊക്കെ ICUവിൻ്റെയും വെന്റിലേറ്ററിൻ്റെയൊക്കെ മുമ്പിൽ കുടുംബാംഗങ്ങളൊക്കെ നിൽക്കും. പ്രിയപ്പെട്ട ഉപ്പ വെന്റിലേറ്ററിലുണ്ടാകും. ഡോക്ടേഴ്സ് പുറത്തേക്ക് വന്ന് നഴ്സുമാരോടൊപ്പം വന്നിട്ട് കൂടെ വന്നിട്ട് അവിടെയുള്ള ഒരു മുതിർന്ന ആളെ വിളിച്ച് പേഷ്യൻറ്റിൻ്റെ അടുത്ത ഒരാളെ വിളിച്ചിട്ട് പറയും, ഞങ്ങളെ കയ്യിൽ നിന്നൊക്കെ കാര്യം പോയിട്ടുണ്ട്, രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലും വിളിച്ച് നിങ്ങൾക്ക് പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ, പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. വിശ്വാസികളോടാണ് നമ്മൾ ഈ പറയുന്നത്. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ശിഫയാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയം ഒറ്റമൂലിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതിന്റെ പൊതുവിൽ കിഡ്നി രോഗികള് അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് തകരാറുള്ളവര് കാണിക്കുന്ന ലക്ഷണങ്ങൾ ആദ്യം പറയും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അടയാളങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടതോ ഏത് രോഗങ്ങളാവട്ടെ, ഏത് രോഗങ്ങളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വല്ല ലക്ഷണങ്ങളും നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ആ ലക്ഷണം കാരണമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മീയമായ ഒരു മരുന്ന്, ഒരു വഴിയും ഇതിലൂടെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് പൂർണ്ണമായി ഇത് കേൾക്കാൻ വേണ്ടി മനസ്സിലാക്കുക. ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി കാരണമായിട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമായിട്ട്, മുൻകാലത്തൊന്നും ഇത്രമേൽ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. മുൻകാലത്ത് ഇത്രമാത്രം കിഡ്നി രോഗികളോ ഇത്രമാത്രം കിഡ്നി മാറ്റിവെക്കേണ്ട ശസ്ത്രക്രിയയിലേക്ക് പ്രവേശിക്കുന്ന പേഷ്യൻസ് ഒന്നുമില്ല. കാരണം അവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു. ഇന്നതെല്ലാം മാറി. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ രൂപം, വെള്ളത്തിന്റെ അളവ്, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. അതും നൈറ്റ് ലൈഫൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്ത് കറങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 12-1 മണിയൊക്കെ ആയി എത്തുന്നു. അങ്ങനെ എത്തിയിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 മണിക്കൂർ മാത്രം ഉറങ്ങാൻ സമയം കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ഉറക്ക് വളരെ ഗണ്യമായ രൂപത്തിൽ കുറയുന്നു. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ശരിയല്ലാത്ത, യോജിപ്പില്ലാത്ത രൂപത്തിലുള്ള ജീവിതശൈലി, ഇതൊക്കെയാണ് ഒരുവിധം രോഗങ്ങൾ നമ്മിലേക്ക് വരുത്തുന്നത്. കിഡ്നി ഫെയിലിയേഴ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ കാരണമുള്ള കാരണങ്ങളും അതന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി നന്നാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അതോടുകൂടി തന്നെ ശേഷം പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ആരോഗ്യപരമായ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട, ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതൊക്കെ കേവലം ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഇത് ഉറപ്പിച്ച് നിങ്ങളൊരു കിഡ്നി പേഷ്യന്റ് ആണെന്ന് വിലയിരുത്തരുത് എന്ന് ആദ്യമേ പറയണം. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ ഈ രോഗങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് രോഗങ്ങൾ വന്ന് മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും നല്ലത് രോഗങ്ങൾ വരുന്നതിന് മുമ്പ് അതിന് നമ്മൾ എന്ത് ചെയ്യലാണ്, അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല ലക്ഷണങ്ങളുണ്ടെങ്കിൽ നല്ലൊരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ, നല്ല ഇത്തരം ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന നല്ല നെഫ്രോളജിസ്റ്റ് ഉണ്ടാവും. അവരെ കണ്ട് അവരോട് ഈ വിഷയങ്ങൾ പറഞ്ഞ് അവരതിൻ്റെ ചെക്കിങ്ങുകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഇത്തരം രോഗങ്ങളുണ്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ, അതേത് രോഗങ്ങളാണെങ്കിലും നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അതിനെ തൊട്ടൊക്കെ നമുക്കൊരു പരിധി വരെ നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടും, ആ രോഗങ്ങൾ മാറാനത് കാരണവുമാകും. അപ്പം ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ സാധാരണ കാണിക്കുന്നതിനേക്കാൾ അതിനപ്പുറത്ത്, നോർമലായി കാണിക്കുന്നതിനേക്കപ്പുറത്ത് അബ്നോർമലായിട്ട് നമ്മുടെ ശരീരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ലക്ഷണങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരം ഇത്രയും കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങളാണ് പറയുന്നത്. കിഡ്നിയുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളും. അപ്പോൾ അതിലൊന്നാമത്തത്, നമ്മൾ സാധാരണ നമുക്ക് മൂത്രമൊഴിക്കാൻ ഉണ്ടാകുന്ന ഒരു എണ്ണമുണ്ടല്ലോ, ആ എണ്ണത്തിനേക്കാൾ കൂടുതലായിട്ട് കാണും. ഇപ്പം രാത്രി ഒരാൾ കിടന്നുറങ്ങി, ഒരു 10-11 മണിയാകുമ്പോഴേക്ക് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഒരു 11 മണിക്കൊക്കെ 10 മണിക്കൊക്കെ ഉറങ്ങുന്ന 11 മണിക്കൊക്കെ ഉറങ്ങുന്ന ഒരാൾ ഒരു 2-3 മണിക്ക് അല്ലെങ്കിൽ ഒരു 1 മണിൻ്റെയും 3 മണിൻ്റെയൊക്കെ ഇടയിൽ ഒന്നെണീച്ച് മൂത്രമൊഴിക്കുന്നത് അതൊരു നോർമൽ പ്രോസസ്സാണ്. അത് പൊതുവിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നേരെ മറിച്ച് അതിനേക്കാൾ ഉപരി ഒരു 1-ലധികം തവണ മൂത്രമൊഴിക്കാൻ തോന്നുകയും അങ്ങനെ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് അതെല്ലാം മൂത്രമൊഴിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ കൃത്യമായി പ്രോപ്പറായി വർക്കാവാത്തത് കൊണ്ട് ഉള്ള കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മൂത്രമൊഴിക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളത്, 1-ലധികം തവണ 3-4 തവണ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുകയും അത് പെട്ടെന്ന് ഇങ്ങനെ പോവുകയും ചെയ്യുന്ന ഒരു രൂപമാണെന്നുണ്ടെങ്കിൽ, സാധാരണ അബ്നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായേക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തത്, നല്ല പെയിൻ ഉണ്ടാകുക. മൂത്രമൊഴിക്കുന്ന സമയത്ത്, യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാകുക എന്നുള്ളത്. വേദന എന്ന് പറയുമ്പോൾ സാധാരണ ചിലപ്പോൾ കടച്ചിലും പുകച്ചിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പല കാരണങ്ങളൊക്കെ ഉണ്ടാകാം. ഈ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ വന്നാലുണ്ടാകും. അതേപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായാലുണ്ടാകും. നമ്മളെ ബ്ലാഡർ ഉണ്ടല്ലോ, ബ്ലാഡറിലൊക്കെ സ്റ്റോൺ ഉണ്ടായാൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടാകും, ഈ കല്ലുണ്ടായി കഴിഞ്ഞാൽ. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു സ്ഥിരമായിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദനയുണ്ട്, എപ്പോഴെങ്കിലും ഉള്ള ഒരു സംഭവത്തിനെ കുറിച്ചല്ല, ഇതൊക്കെ സ്ഥിരമായുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മൂന്നാമത്തത്, നമ്മുടെ ഈ യൂറിന് ഈ മൂത്രത്തിന് ഒരു കളർ ചേഞ്ച് വരിക. കളർ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് കളറിലേക്കാവുക. അല്ലെങ്കിൽ ഈ നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ തീരെ വെള്ളം കുടിക്കാതെ നല്ലോണം അധ്വാനിച്ച് വന്ന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ മൂത്രമൊഴിച്ചപ്പോൾ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നു, എന്നാൽ അതൊരു നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. നേരെ മറിച്ച് ഇതങ്ങനെയല്ല, അത് ഒരു യെല്ലോ കളർ, മഞ്ഞ കളറുള്ളത് അതതിൻ്റെ യെല്ലോ കളറിന് കൂടി അതൊരു ഡാർക്ക് യെല്ലോയിലേക്കായി മാറി അത് പിന്നെ റെഡിഷ് ഒരു ബ്ലഡിൻ്റെ കളറിലേക്കൊക്കെ വന്ന് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ബ്ലഡിലെ, നമ്മുടെ മൂത്രത്തിലേക്ക് ബ്ലഡ് കലരുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലഡുമായി അവിടെ പ്യൂരിഫൈ നടക്കുന്നതിന് തടസ്സമാകുന്ന ഈ കിഡ്നിയുടെ വർക്ക് ശരിക്കും അതാണല്ലോ, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഡയാലിസിസ് സെന്ററുകളിൽ പോയിട്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണല്ലോ, ബ്ലഡ് ശുദ്ധീകരിക്കല്ലേ ചെയ്യുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനെ കുറിച്ച് ആലോചിച്ച് വെക്കാനുള്ള സമയമാണ് അതൊക്കെ. അള്ളാഹു നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ഒരു കേടുപാടുമില്ലാതെ മരിക്കുന്നത് വരെ നമുക്ക് നിലനിർത്തി തരട്ടെ. ഞാനിതിലൊരു കിഡ്നി രോഗിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചു, നമ്മൾ അവർക്കത് കൊടുത്തു. അൽഹംദുലില്ലാ, അവരുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവർ നമ്മെ വിളിച്ച സന്തോഷ വാർത്ത അറിയിച്ചു. കിഡ്നി കൊടുത്ത ആള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി, മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ അവര് ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അവിടെ അടുത്ത് റൂം എടുത്തിരിക്കുകയാണ്. അവരൊരു 3 മാസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിച്ചത്.
അപ്പോൾ നമ്മുടെ ഈ കളർ ചേഞ്ച് യെല്ലോ കൂടിയിട്ട് റെഡിഷിലേക്ക് എത്താം, ഒരു ചുവപ്പ് കളറിലേക്ക് എത്താം, രക്തത്തിന്റെ കളറിലേക്ക് എത്താം. ഇങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കുന്നതല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ആ ഒരു വർക്കിംഗ് അവിടെ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. മൂത്രത്തിൽ ഈ ബ്ലഡിന്റെ അംശം ഉണ്ടാവുക, അതും ശ്രദ്ധിക്കണം. ഇത് നേരത്തെ പറഞ്ഞ കളറിനെ കുറിച്ചാണ്. അടുത്ത മൂത്രത്തിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാകുക, അത് ചെറിയ രൂപത്തിൽ അതിൻ്റെ ഒരു കളറ്, അതിൻ്റെ ഒരു അംശം തന്നെ അതിലുണ്ടാകുക. ഇത് പല കാരണങ്ങളെ കൊണ്ടുണ്ടാകും. ഒന്നിലധികം കിഡ്നിയിൽ ഒന്നിലധികം സ്റ്റോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോൺ കാരണമായിട്ട് അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടുണ്ടാകാം. പക്ഷെ സ്ഥിരമായിട്ട് നമ്മളുടെ നമ്മുടെ മൂത്രത്തിൽ ബ്ലഡ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് കൃത്യമായിട്ട് അത് പ്യൂരിഫൈ ചെയ്യാത്ത കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ കിഡ്നിയുടെ വർക്കിംഗ് തന്നെ അതാണല്ലോ, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ ആണല്ലോ നടക്കുന്നത്. ആ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ്, അതിന്റെ പ്യൂരിഫയർ തകരാറിലായത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലഡിന്റെ അംശം കാണുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡിന്റെ അംശം കണ്ടാൽ അത് ഗുരുതരമായ വിഷയമാണ്. അത് ഉടനെ തന്നെ കണ്ടറിഞ്ഞ് നല്ലൊരു നെഫ്രോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ അവസാന കിഡ്നിയുടെ അത് പൂർണ്ണമായും തകർന്ന് ഫെയിലിയർ ആകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അത് നല്ല ഉപകാരമായിരിക്കും. നമുക്ക് അതിന് തുടർന്നുള്ള ചികിത്സക്ക് അത് വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല തകരാറുണ്ട് എന്നുള്ളതാണ്. ഈ ബ്ലഡിന്റെ അംശം നമ്മുടെ യൂറിനിൽ കണ്ടു തുടങ്ങിയാൽ നല്ല തകരാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണമാണത്. അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ലക്ഷണമാണ് നീർക്കെട്ടുണ്ടാവുക, കാലുകളിൽ നീർക്കെട്ടുണ്ടാവുക. നമ്മുടെ ആംഗിൾസ് ഉണ്ടല്ലോ, കാലിന് ഞെരിയാണി, അതേപോലെ ഈ കുറച്ചിങ്ങോട്ട് മുകൾ ഭാഗത്തേക്കൊക്കെ നല്ല നീർക്കെട്ടുണ്ടാവുക. മുഖത്ത് അതേപോലെ തന്നെ കണ്ണിന്റെ താഴ്ഭാഗത്തൊക്കെ നീർക്കെട്ടുണ്ടാവും. ഇങ്ങനെ നീർക്കെട്ടുണ്ടായാല് അത് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട കിഡ്നി ഫങ്ഷനിങ് അത് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടും പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ആ നീർക്കെട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ നീർക്കെട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായി ഇത് നടക്കാത്ത കാരണം കൊണ്ട് സംഭവിക്കുന്നതിനാൽ അപ്പോൾ നമുക്ക് നീർക്കെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളായേക്കാം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിങ്ങനെ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എണീച്ചപ്പോൾ നമ്മുടെ കാലിലൊക്കെ നീർക്കെട്ട് കണ്ടോ എന്നാൽ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇവന് ഈ ലക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. സ്ഥിരമായിട്ട് ഇവന് ഇങ്ങനെ നീർക്കെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നാൽ അത് ഗുരുതരമായ വിഷയമാണ്. അവന് അതിനെക്കുറിച്ച് നല്ലോണം നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ കൺസൾട്ടേഷൻ നടത്തണം എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ബബിൾസ്, ആ പതയുണ്ടല്ലോ, ആ പത അതൊരു നോർമലായിട്ടുള്ള ഒരു ബബിൾസ് വരുന്നുണ്ട്, ഒരു പതയുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ബബിൾസും അത് കുറച്ച് ഒരു ലോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിലും ഒരു കൊഴുപ്പുള്ള രൂപത്തിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ആ ഫങ്ഷന് അത് കൃത്യമായി വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആൽബുമിൻ്റെ അളവ് അത് കൂടിയിട്ട് അതൊക്കെ ഈ പ്രോട്ടീൻ കൂടുതലാവുന്നുണ്ട്. അതൊക്കെ നമ്മുടെ യൂറിനിലൂടെ ഒരിക്കലും വരാതിരിക്കണം, അതൊരിക്കലും വരരുത്. അത് യൂറിനിലൂടെ വരേണ്ടാത്തൊരു സംഭവമാണ്. അത് യൂറിനിലൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിൻ്റെ ഫങ്ഷന് കൃത്യമായി വർക്കാവാത്തതുകൊണ്ടാണ് യൂറിനിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാകുന്ന ആ ഒരു ബബിൾസ് അല്ല ഞാൻ പറയുന്നത്. നോർമലായിട്ട് യൂറിനിലൊക്കെ ഇങ്ങനെ ഒരു പത ഉണ്ടാവും, മൂത്രത്തിലൊക്കെ ആ പതയല്ല. ആ നോർമൽ അല്ലാത്ത ഒരു രൂപത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് എന്താണ് അതിൻ്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അടുത്തത് നല്ല ക്ഷീണമുണ്ടായിരിക്കണം. നല്ല ക്ഷീണമുണ്ടാവുക, നല്ല ക്ഷീണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ ക്ഷീണം ഉണ്ടാവുക. ആ ഒരു തലകറക്കുണ്ടാവുക, വൊമിറ്റിങ്, ഓക്കാനിക്കാൻ വരിക, ഇങ്ങനെയൊക്കെ ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഉണ്ടാവുക. ഇതൊക്കെ കിഡ്നി ഫങ്ഷൻ കൃത്യമായി വർക്കാവാത്തവരുടെ ലക്ഷണങ്ങളാണ്. കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സാധ്യതയുള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ്. എപ്പോഴും ഒരു തണുപ്പ് ഫീൽ ചെയ്യുക, നല്ല ക്ലൈമറ്റ്, പുറത്തൊക്കെ നല്ല ചൂടുള്ള സമയത്താണെങ്കിലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് തീരുമാനിക്കുന്നത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനുള്ള ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് പേടിക്കാനല്ല ഈ പറയുന്നത്.
ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് നമുക്ക് ഈ രോഗത്തിനെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണമായിട്ട് ആർക്കെങ്കിലും ഇത് നേരത്തെ തിരിച്ചറിയാൻ സാധിച്ച് ആ കിഡ്നി തകരാറിലാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനും നമ്മൾ ഇവിടുന്ന് പറഞ്ഞിരുന്ന ആത്മീയമായ ഒറ്റമൂലി ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ രോഗങ്ങൾ അത് കാരണമായിട്ട് ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് ആളുകൾക്ക് ഉപകരിക്കുമല്ലോ. മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് രോഗികൾ കൂട്ടത്തിലുണ്ട്, അവർക്കൊക്കെ ഇതൊരു ഉപകാരമാവട്ടെ എന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ആരോഗ്യ വിഷയങ്ങളായതുകൊണ്ട് തന്നെ, ഹെൽത്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആളുകൾ കൃത്യമായി പറയുന്നതനുസരിച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഏത് രോഗവും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അതിലൂടെ വരുന്ന റിസൾട്ടിനനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇത്തരം അടയാളങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതൊക്കെ വരും. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും, ഇതൊക്കെ എന്നിലുണ്ടോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആ തോന്നലുകളല്ല ഞാൻ പറയുന്നത്. ഇത്തരം അടയാളങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങിയാൽ അത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനെ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നല്ലൊരു ഡോക്ടറെ കാണിക്കണം, അവരതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റിൻ്റെ രൂപം പറഞ്ഞുതരും. ഇനി ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ശരീരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു രോഗം, ഏത് രോഗമാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരികയാണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് വരികയാണ്, പെട്ടെന്ന് മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതേപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ എന്തോ റിസൾട്ട് കിട്ടിയ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരു രോഗത്തിൻ്റെ ലക്ഷണമുണ്ട്, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇത്തരം വിഷയങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് പറയുന്നത്. ഒരു ഗ്ലാസ് സംസം വെള്ളം എടുക്കുക, നല്ല കൃത്യമായി കേൾക്കുക. ഒരു ഗ്ലാസ് സംസം വെള്ളം എടുത്ത് ആ സംസം വെള്ളത്തിലേക്ക് മൻ ഖറഅൽ ഫാത്തിഹത 17 മറ, എത്ര പ്രാവശ്യം? 17 തവണ ഫാത്തിഹ സൂറത്ത് ഓതുക. വ ആയത്തുൽ കുർസി 17 മറ, ആയത്തുൽ കുർസി 17 തവണ ഓതുക. വൽ ഇഖ്ലാസ് 7 മറ, ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് അതും 17 തവണ ഓതിയിട്ട് അത് 3 ദിവസം തുടർച്ചയായിട്ട് വെറും വയറ്റിൽ കുടിക്കുക. ഇത് ചെയ്തിട്ട് 3 ദിവസം ഇത് കൃത്യമായി ചെയ്യാം. ഇങ്ങനെ 3 ദിവസം ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട വല്ല രോഗങ്ങളുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ ഡോക്ടർ നമ്മളോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുലേക്കാണല്ലോ ഏൽപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വെന്റിലേറ്ററിന്റെ മുമ്പിലൊക്കെ വന്നിട്ട് ഡോക്ടർ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞോ, എവിടേക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ പറയൂലേ. അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കാര്യം കൃത്യമായി ചെയ്താൽ നല്ല നിയ്യത്തോടുകൂടെ അതാ വെറും വയറ്റിലങ്ങ് കുടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം നൽകുന്നത്. ഏത് രോഗം ഇവിടെ ഇറക്കപ്പെട്ടിട്ടുണ്ടോ അതിനുള്ള മരുന്നൊക്കെ റബ്ബിന്റെ അടുക്കലുണ്ട്. എത്ര നമ്മൾ മെഡിസിൻസ് കഴിച്ചാലും അത് ശിഫയാക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടു കൂടെ 3 ദിവസം തുടർച്ചയായിട്ട് അലരീഖ് നിങ്ങളത് വെറും വയറ്റിൽ കഴിച്ചാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല രോഗത്തിനുള്ള ശിഫയായിട്ട് അത് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. അതോടുകൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നേരത്തെ ഒരു കിഡ്നി രോഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈവിലൊരു വിഷയം പറഞ്ഞിരുന്നു. നമ്മൾ രാവിലെയും വൈകുന്നേരം നമ്മുടെ മജ്ലിസ് നടക്കുന്നുണ്ട്, നൂറെ മദീന എന്ന് പറഞ്ഞിട്ടുള്ള മജ്ലിസ്. അപ്പോൾ രാവിലെ 6:15 രാത്രി 7:15 മജ്ലിസ് നടക്കുക. അപ്പോൾ അതിൽ ഞാനൊരു രോഗിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ആ രോഗിക്ക് 40 ലക്ഷം രൂപ കിഡ്നി മാറ്റിവെക്കേണ്ട ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന സഹായം നൽകണം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇല്ലായ്മയിൽ നിന്ന് എടുത്തു തന്നു, നമ്മളത് അവർക്ക് കൊണ്ടേ കൊടുത്തു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ വാട്സപ്പിൽ ഒരുപാട് ആളുകൾ ഉസ്താദേ വിവാഹവുമായി ബന്ധപ്പെട്ട് സഹായം നൽകും, അതേപോലെ തന്നെ എനിക്കിങ്ങനെ ഓപ്പറേഷൻ ഉണ്ട് ഉസ്താദ് ഒരു സഹായം പറഞ്ഞു തരുമോ, വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ മെസ്സേജസ് അയക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ, നമ്മുടെ ചാനല് ഈ അടുത്താണ് ഈ ഒന്നിങ്ങ് കുറച്ച് ആളുകൾ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. ഇതിനു മുമ്പ് ഇങ്ങനെ ആയിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഈ നൽകുന്ന ഈ ഒരു സ്വതക്കകൾ ഉണ്ടല്ലോ, ഈ ഹദിയകള്, അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പിരിക്കാൻ നിന്നാൽ എല്ലാ ദിവസവും പിരിവ് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ ആ ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടി അത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ, അതെനിക്കറിയുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് വേണ്ടപ്പെട്ട, ഞാനുമായിട്ട് അത്രയും ബന്ധമുള്ള, എനിക്ക് ബാധ്യതയുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. എനിക്ക് പോലും പേഴ്സണലായിട്ട് ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടാനുള്ള ആളാണ് ഞാൻ ഇന്ന് വരെ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. അതെന്താന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു യോജിപ്പും കാര്യങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെ അവസ്ഥകൾ നമുക്കറിയാലോ. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾക്ക് അറിയാലോ. ഞാനതിൻ്റെ അറബി പദം വായിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റൊരാളെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു എൻ്റെ ആവശ്യങ്ങളും എൻ്റെ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി തരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ 10 രൂപയാണെന്ന് സങ്കല്പിക്കുക. ആകെയുള്ള വരുമാനം 10 രൂപയാണ്. ഞാൻ അങ്ങേയറ്റം മിനിമലൈസ് ചെയ്ത് പറയാം. ആ 10 രൂപയാണെന്നുണ്ടെങ്കിൽ ആ 10 രൂപയിൽ നിന്ന് ഒരു 3 രൂപ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ആവശ്യമുള്ള അത്രയും ആവശ്യഘട്ടത്തിലെത്തിയ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കണം. ആ സഹായിക്കുന്നതിലൂടെ അള്ളാഹു നമ്മെ സഹായിക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മെ സഹായിക്കും, തീർച്ചയായും സഹായിക്കും. അതുകൊണ്ട് ഇത്തരം ഒരുപാട് ആളുകൾ റിക്വസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനവും നമ്മളെ കയ്യിലില്ല. വെറുതെ ഇവിടുന്ന് വാങ്ങിച്ചു വെച്ച പൈസയും ക്യാഷും ഒക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകണ്ടല്ലോ. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് ഇപ്പൊ കഴിയൂല. ഇനി എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ തരികയാണ്, എന്തെങ്കിലും ഒരു ഫണ്ട് നമ്മളെ കയ്യിൽ എത്തുകയാണ്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തും. ഇപ്പൊ നമ്മുടെ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഉസ്താദ് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഫണ്ട് ഉണ്ട്, ആ ഫണ്ട് ഉസ്താദ് ഇന്നാലിന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കും. അല്ലാതെ നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തിയിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു രോഗിക്ക് വേണ്ടി പറഞ്ഞില്ല, ആ രോഗിക്ക് വേണ്ടി എൻ്റെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ തോന്നി, അങ്ങനെ ഞാൻ ചെയ്തതാ. അപ്പോൾ എല്ലാവർക്കും അതേപോലെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ വല്ല ഫണ്ടും എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യക്കാരെ നമുക്ക് കിട്ടും. അപ്പോൾ അവർക്ക് നമുക്ക് കൈമാറുകയും ചെയ്യാം.